രാജവാഴ്ചയുടെ പ്രൗഢി ആത്മാവിൽ സൂക്ഷിക്കുന്ന അനന്തപുരി. മാർത്താണ്ഡവർമ്മയുടെ കൽപ്പനകളും സ്വാതികീർത്തനങ്ങളും രാജാ രവിവർമ്മയുടെ ചായക്കൂട്ടുകളും പരന്ന മണ്ണ്. പട്ടണത്തിൻ്റെ തിക്കും തിരക്കും ഞെരുക്കുമ്പോഴും നാട്ടുതനിമയുടെ ചേരുവകൾ ഉപേക്ഷിക്കാൻ മടിക്കുന്ന മതിലകം രേഖകളിലും താളിയോല ഗ്രന്ഥങ്ങളിലും ചരിത്ര രചനകളിലും കോറിയിട്ട തിരുമല എന്ന ഭൂമികയിലെ ദേശപ്പെരുമയ്ക്ക് കാഴ്ചയുടെ സൗകുമാര്യമൊരുക്കി ആദ്യമായി ദൃശ്യം വാർത്താ ചാനലിലൂടെ പ്രേക്ഷക സമക്ഷം നാട്ടറിവും കാണാ കാഴ്ചകളും. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ. സാറേ, ഈ തിരുമലയുടെ ചരിത്രം, അതായത് നമ്മുടെ ഈ പള്ളിമുക്കിൽ നിന്ന് നമ്മുടെ തിരുമല എങ്ങനെ നമ്മുടെ ഈ തിരുമല ഇങ്ങോട്ട് മാറിയത്, അതിനെ കുറിച്ച് വ്യക്തമാക്കാൻ പറ്റും? തിരുമല ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന തിരുമല ജംഗ്ഷൻ അല്ല. തിരുമല ജംഗ്ഷന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യകാല തിരുമല ഈ മുക്കോല അല്ലെങ്കിൽ മുക്കാല ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പള്ളിമുക്കാണ്. പള്ളിമുക്കിലാണ് ആൾക്കാർ കൂട്ടത്തോടെ താമസിച്ചിരുന്ന ഒരു ജനവിഭാഗം അന്നുണ്ടായിരുന്നു. അപ്പോ ഈ ജനവിഭാഗമാണ് പിൽക്കാലത്ത് ഈ നമ്മുടെ നായർ പട്ടാളത്തിന്റെ ആസ്ഥാനം തിരുവിതാംകൂറിലെ രാജവംശമായിട്ട് ബന്ധപ്പെട്ട് നായർ പട്ടാളത്തിന്റെ ആസ്ഥാനം നമ്മുടെ ഈ പാങ്ങോടായിരുന്നു. ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് വന്നതിന് ശേഷമാണ് ഇവിടുന്ന് ഇവര് ആ സ്ഥലം പട്ടാള അതോറിറ്റി ഏറ്റെടുക്കുകയും തിരുമല പ്രദേശം, തിരുമല ആ പള്ളിമുക്കുന്നുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പൊ കാണുന്ന ആ ജംഗ്ഷനിലേക്ക് കുടിയേറുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാളയത്ത്, നമ്മുടെ ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ പാളയത്ത് നിന്നാണ് ഈ തിരുവിതാംകൂർ പട്ടാളത്തിന്റെ ഇത് പാങ്ങോടത്തേക്ക് വരുന്നത്. കേട്ടിട്ടുണ്ട്. ഇത് വരുന്ന സമയത്ത് തിരുമലയുടെ വികസനം അവിടെ തുടങ്ങുന്നു. ഈ ക്യാമ്പ് ഇങ്ങോട്ട് ആക്കിയ സമയത്ത് നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊരു പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ചാക്കയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ITI. അത് തിരുമലയിലായിരുന്നു ആദ്യകാലത്ത്. ചാക്കയുടെ ഇന്ന് കാണുന്ന ചാക്കയിലെ ITI തിരുമലയിലായിരുന്നു. തിരുമല പള്ളിമുക്കിൽ നിന്നും പാങ്ങോട് പോകുന്ന വഴിയിലുള്ള ബിൽഡിങ്ങിലായിരുന്നു ആദ്യത്തെ ITI എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായും ഈ ഒരു സൈനിക കേന്ദ്രം വരികയും പട്ടാളത്തിന്റെ ആസ്ഥാനമായി വരികയും ചെയ്യുമ്പോൾ മാറുകയാണ്. അതുപോലെ തന്നെ തിരുമലയുടെ ഒരു സാമ്പത്തികമായ അടിത്തറ ജനങ്ങൾക്ക്, സാധാരണക്കാരെ, കാർഷിക വിഭവങ്ങൾ മാത്രം വിറ്റഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് വിജയമോഹിനി മിൽ വന്നു. 46-ല് വിജയമോഹിനി മില്ല് വരികയും സാമ്പത്തിക NDC ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് കുറേയധികം മാറ്റങ്ങൾ തിരുമലയിലെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായ മാറ്റങ്ങൾക്ക് അനുസൃതമായാണ് ഈ പള്ളിമുക്ക് മാറുന്നത്. പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് തിരുമലയായിരുന്നു. തിരുമലയുടെ ഈ പള്ളിമുക്കിലായിരുന്നു ഇതിന്റെ അടയാളക്കല്ലുകൾ ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിന് സമീപമായിരുന്നു നമ്മുടെ സ്വാഗത കമാനം, അവിടെ പ്രവേശന കവാടം. ജംഗ്ഷനിൽ ഒരു കല്ല് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചുമടുതാങ്ങികളും ചുമടുതാങ്ങി നമ്മളെ തിരുമല പ്രദേശത്ത് 8-10ഓളം പ്രദേശങ്ങളിൽ ഈ ചുമടുതാങ്ങിയും ഈ നമ്മളെ സത്രങ്ങളും വഴിയോര സത്രങ്ങളും ധാരാളമായുണ്ട്. ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന 2 പ്രധാനപ്പെട്ട തിരുമല പ്രദേശത്ത് തന്നെ 2 വഴിയമ്പലങ്ങളുണ്ട്. വഴിയമ്പലങ്ങളിൽ ഒന്ന് നമ്മുടെ വേട്ടമുക്കിന് സമീപമുള്ള ഒരു വഴിയമ്പലമാണ്. അവിടെ തന്നെ കൽത്തൊട്ടി ഉണ്ടായിരുന്നു. ചുമടും ഏന്തി ക്ഷീണിച്ചു വരുന്ന ജനങ്ങൾക്ക് ചുമട് ഇറക്കി വെച്ച് ആ സത്രത്തിൽ റെസ്റ്റ് ചെയ്യുകയും കൊണ്ടുവരുന്ന മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൽത്തൊട്ടി, ഇപ്പോഴും ആ കൽത്തൊട്ടി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ സത്രം മങ്കാട് അത് വളരെ നല്ല രീതിയിൽ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. ചുമട് താങ്കി പലയിടത്തും ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്ഥലത്തുണ്ട്. ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം തിരുമല എന്ന് പറയുന്നത്. തിരുമലയ്ക്ക് ചില ലാൻഡ് ലോക്കുകൾ, അതായത് തിരുമല പ്രദേശക്കാർക്ക് ഈ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് തിരിയാന്നല്ലാതെ ഒരു 100-150 വർഷത്തിന് അല്ലെങ്കിൽ 200 വർഷത്തിന് മുമ്പ് അവർക്ക് പുറത്ത് ചാടാൻ കഴിയുമായിരുന്നില്ല. അതായത് ഈ സമീപ പ്രദേശങ്ങളിലെ പാലങ്ങൾ വന്നതിന് ശേഷം മാത്രമാണ് സഞ്ചാരങ്ങൾ ഉൾപ്പാക്കിയത്.
കുണ്ടാങ്കടമായാലും പാങ്ങോടായാലും ജഗതി ആയാലും മങ്കാട്ടടമായാലും തൃക്കണ്ണാപുരമായാലും കരമനയായാലും വലിയ ചരിത്രമാണ്. മങ്കാട്ടടവ് പാലം വന്നതിന് ചരിത്രമുണ്ട്. ചരിത്രമാണ്. ശരി. കുണ്ടമൺ കടവ് പാലം തന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതല്ലേ? അതെ അതെ. തീർച്ചയായും. അത് എന്താ തുണിയിലെ പാലം എന്നാണ് അറിയപ്പെടുന്നത്. വ്യക്തമായിട്ട് ജനങ്ങൾ അറിയണം. ഓക്കെ, അതെ, നമുക്ക് വിശദമായി പറയേണ്ട രണ്ട് പാലങ്ങളാണ്. അതിന്റെ ശാസ്ത്രീയ ഭാഷകൾ പോലും ഇന്ന് അറിയത്തില്ല ആർക്കും. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം. അതുപോലെ മറ്റുള്ള പാലങ്ങൾ എന്ന് പറയും. അതായത് ഈ പറയുന്ന ഈ നമ്മളെ മരുതൻകുഴി പാലമായാലും ഈ പറയുന്ന ഈ വെള്ളേക്കടവ് തിരുമലയുടെ ഭാഗമായിരുന്നു. അഞ്ചാമട. ശരി. അഞ്ചാമടയും ആറാമടയും ചേർന്നതാണ് തിരുമല. ഓക്കെ. പഴയകാല തിരുമല എന്ന് പറയുന്നത്. അതായത് 6 മടകൾ ഉണ്ടായിരുന്നു തിരുമല. അതായത് ജനങ്ങൾക്ക് എന്തറിയാതെ ഈ വെള്ളക്കട പാലം നമ്മളെ ഇവിടെ തിരുമല ഈ മടകൾ തന്നെ ഈ കിള്ളിയാറിലേക്കും കരമന എന്ന ആറിലേക്കും ആറെന്നാണ് പറയുന്നത്. അതായത് നമ്മളെ തിരുവിതാംകൂറില് എല്ലാ ആറുകളാണ്. അങ്ങോട്ട് വടക്കോട്ടുമ്പോഴാണ് നദികളും പുഴകളും ആവണം. നമുക്കെല്ലാം കിള്ളിയാറ്, കരമനയാറ്, നെയ്യാറ് ഒക്കെയാണ്. അപ്പൊ ഈ 6 മടകളിൽ, അതായത് 6-ാം മട, 5-ാം മട, ഈ 6-ാം മട എന്ന് പറയുന്ന ഏതൊക്കെയാണോ അറിയാമോ? അരയല്ലൂർ, നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം, തിരുമലയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അരയല്ലൂർ, അണ്ണൂർ, കൊങ്കളം, ശരി, തിരുവിക്രമംഗലം, തമലം. ഇത്രയാണ് 6 മടകൾ. 6 മടകൾ. അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ തിരുമല എന്നൊരു ദ്വീപാണോ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പറഞ്ഞാൽ ഈ 4-5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് അതിന് ചരിത്രം തേടി പോകണമെന്നില്ല. ഒരു കോമൺ സെൻസ് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേ തിരുമല എന്ന പ്രദേശം ഒരു ദ്വീപായിട്ടാണല്ലോ അങ്ങനെ കാണുന്നത്. കാരണം ഈ പാലങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മള് എങ്ങനെ പൂർവീകർ എങ്ങനെ അങ്ങോട്ട് പോയത്? ദ്വീപ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലാൻഡ് ലോക്ക്ഡ് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതിൽ ചരിത്രത്തിന് അടിത്തറ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും ഈ പ്രദേശങ്ങൾ ഈ പറഞ്ഞ ഒരു 6-7 ഭാഗം ഈ പാലങ്ങൾ വരുമ്പോ തിരുമല നിവാസികളും പുറത്തോട്ട് പോവാൻ കടത്തുവെള്ളോ മറ്റേതെങ്കിലും ആശ്രയിച്ചിരിക്കും. തീർച്ചയായും കടത്തുവള്ളങ്ങളായിരുന്നു. ഉദാഹരണം നമ്മുടെ മങ്കാട്ടടവ് പാലം എടുക്കാം. മങ്കാട്ടടവ് പാലം 1977 വരെ ഈ കടത്തുവള്ളത്തിനെ ആശ്രയിച്ചിരുന്നത്. ശരിയാണ്. അതായത് തിരുമല സ്കൂളിൽ പഠിക്കാൻ വന്ന പിള്ളേര് പലപ്പോഴും സ്കൂളിൽ വരാത്ത ദിവസങ്ങളിൽ ടീച്ചർ ചോദിക്കുമ്പോൾ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് കടത്ത് തോണി വന്നില്ല. ഈ അടുത്ത കാലത്താണ് ആ ഏറ്റവും ഒടുവിലത്തെ കടത്തുകാരനായ സോമൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് വാർത്തകൾ. അതായത് പാലത്ത് കടത്തുകാരൻ മനസ്സിലായില്ലേ? സോമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ കടത്തുകാരൻ. മങ്കാട്ടടവിനെ സംബന്ധിച്ച്, ഈ മങ്കാട്ടടവ് പാലത്തിനെ സംബന്ധിച്ച് ഒരു മണിക്കൂർ സംസാരിക്കാനുണ്ട്. കാരണം ഒരു വലിയൊരു ബഹുജന പ്രക്ഷോഭത്തെ തുടർന്നാണ് ആ പാലം അവിടെ വരുന്നത്. അടുത്ത ഇനിയൊരു ഇതിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കുണ്ടമൺ കടവ്. ഇപ്പൊ ബ്രിട്ടീഷുകാരന്റെ കാലം പറഞ്ഞതുപോലെ ഈ 5-ാം മടയിലെ 5 മടകൾ. 5 മടകൾ എന്ന് പറയുമ്പോ നമ്മുടെ മരുതൻകുഴിയും കാടുവെട്ടിയും വെള്ളൈക്കടവും ഈ പറയുന്ന വട്ടിയൂർക്കാവ് ഭാഗമൊക്കെ വരുന്ന 5-ാം മട. 2 മടകളാണ് യഥാർത്ഥത്തിൽ അതിന്റെ 5-ാം മടയുടെ ഭാഗവും. പഞ്ചായത്ത് ഓഫീസിന്റെ കാര്യം പറഞ്ഞപ്പോ, പഞ്ചായത്ത് ഓഫീസ് ഇന്ന് പലർക്കും അറിയില്ല. ഈ പഞ്ചായത്ത് ഓഫീസ് AT കോളേജിന് സമീപത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. AMH സ്കൂളിന്റെ പ്രൈമറി സ്കൂൾ ഇതിന് എതിർവശത്തെ മിലിറ്ററി കമ്പി വേലി വെച്ച് തിരിച്ചിരുന്ന പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നതെന്നും പലർക്കും അറിയില്ല. വസ്തു ഇപ്പം പിന്നെ പക്ഷെ അവിടെ നിന്ന് പിൽക്കാലത്ത് നമ്മുടെ ഇന്ന് ഓടാങ്കുഴി, നമ്മുടെ തിരുമല സ്കൂളിന് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് ഇന്നും ഒരു പുളിമരമൊക്കെ ഉണ്ട്. ആ പ്രദേശത്തായിരുന്നു പഞ്ചായത്ത് ഓഫീസ് പിൽക്കാലത്ത്. അവിടെ നിന്ന് വില്ലേജ് ആയില്ല, പഞ്ചായത്താണ്. പിന്നെ അത് കഴിഞ്ഞ, കാരണം കേവലം 33 വാർഡുകൾ ചേർന്ന ഒരു നഗരമാണ്. ഇന്നത്തെ പോലെ 100 വാർഡുകളില്ല, 33 വാർഡുകളാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ നിന്നാണ് ഈ ചരിത്രം നമ്മുടെ തിരുമലയെ ഒരു വലിയ ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരുന്നത്. പാലങ്ങൾ, ഈ 4 പാലങ്ങൾ, 6 പാലങ്ങളും ഇതുമാണ് തിരുമലയെ ഇതാക്കിയത്. ഇവിടെ നിന്ന് അതാണ് ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞത്. തിരുമലയുടെ ചരിത്രം എഴുതുമ്പോൾ ഒരു മേഖലകളിലും മാറ്റി നിർത്തപ്പെടാൻ കഴിയില്ല. രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, രാഷ്ട്രീയം ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും തിരുമലയിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ തിരുമല എന്ന് പറയുമ്പോ ഈ തിരുമല അതിനെ കുറിച്ച് ഡെഫിനിഷൻ എന്ന് പറയാം. അതിനെങ്ങനെ തിരുമലയുടെ ആ പേര് വരാൻ കാര്യം എന്താണ്? അതായത് ഒരു KK വാലത്ത് എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ തിരുമല സംബന്ധിച്ച് പറയുന്നത് വെറും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമായിരുന്നു തിരുമല. ഈ തിരു എന്ന് പറയുന്നത് ബഹുമാന സൂചകമായിട്ടുള്ള ഒരു വാക്കായിട്ടാണ് തിരുമല. ഈ പാറക്കോവിൽ എന്ന് പറയുന്ന നമ്മുടെ തൃച്ചക്രപുരത്തെ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
വളരെയധികം പ്രാധാന്യമുണ്ട്. അത് പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അത് പറയാം. പക്ഷേ ഞാൻ പറയട്ടെ, ഈ തിരുമലയില് ഈ പാറക്കോവിന്റെ ചുറ്റുപാട് ഈ ഒരു ഒരു കവാടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതിന് വ്യക്തമായ ഒരു കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, തിരുമല എനിക്ക് തോന്നുന്നത് തിരുമല ഈ പാറക്കോവിലിന് ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുമലയുടെ തിരുവനന്തപുരത്തിന്റെ ഏതാനും എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് അല്ലേ തിരുമല? തീർച്ചയായും. തിരുമല എന്ന് പറയുന്നത് പാറക്കോവിൽ എന്ന് പറയുന്നത് പൗരാണികമായ മതിലകരി, വേണാട് ചരിതം എടുത്താലും തിരുവനന്തപുരത്തെ സ്യാനന്തപുരം എന്നാണ് തിരുവനന്തപുരം. ആ സ്യാനന്തപുരത്തിന്റെ ചരിത്രം എടുത്താൽ ഈ ഒറ്റക്കല്ലിയും ഈ തിരുമല പാറക്കോവിലിന് തിരുമലൈക്കോവിൽ എന്നാണ്. തിരുമല എന്ന് ഉദ്ദേശിക്കുന്ന തിരു ബഹുമാന പുരസ്സരം പറയുകയും ഈ ചരിത്രത്തിൽ നമ്മൾ കുശക്കോട് അമ്പലം ഉണ്ട്. ധാരാളം വളർന്നു നിന്നുകൊണ്ടാണ്. അതെ അതെ. അതിന് തൊട്ട് മുകളിലൊരു വഴിയമ്പലമുണ്ട്. അതിനൊരു ചരിത്രമുണ്ട്, ചരിത്ര പശ്ചാത്തലമുണ്ട്. നമ്മുടെ രാജവംശവുമായി ബന്ധപ്പെട്ട് വളരെ പുരാതനമായ പൂജപ്പുര നടുതലയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. അതിന്റെ തൊട്ടടുത്ത് അതായത് ഇപ്പോ 7th ഡേ സ്കൂളും ആ NCC ഓഫീസും ഇരിക്കുന്നതിന്റെ പിന്നിലായിട്ട് ഒരു കൊട്ടാരത്തിന് സദൃശ്യമായ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ കൊട്ടാരം കാട് ഇന്ന് PTP നഗർ എന്നറിയപ്പെടുന്ന ആദ്യത്തെ തിരുവനന്തപുരത്തിന്റെ കേരളത്തിലെ തന്നെ ആദ്യത്തെ നഗർ എന്ന പേര് മാറ്റിയതാണ് PTP എന്നാണ് പുള്ളിയുടെ പേര്. പക്ഷെ അതിനപ്പുറം അവിടെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സമരങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു മലക്കറി തോട്ട സമരം നടന്നത് തിരുമലയിലാണ്. ശരി, വേട്ടമുക്ക് ഇന്ന് PW മറ്റേ വാട്ടർ അതോറിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രദേശം. അത് അവിടെ ഒരു മലക്കറിത്തോട്ടം, രാജവംശത്തിന് ആവശ്യമായ മലക്കറി ഉത്പാദിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതാണ് ചരിത്രത്തിൽ. ഇത് ചരിത്രത്തിലുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തവരുണ്ട്. ആശുപത്രി രേഖകൾ ഉൾപ്പെടെ ഉള്ളവർ ഇന്നുണ്ട്. അതല്ല, നമ്മൾ ഇത്രയും ചരിത്രപരമായ കാര്യങ്ങൾ നമ്മളിപ്പോ അവതരിപ്പിച്ച് ഇതൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന യുവതലമുറക്കോ നമുക്ക് ഇത് കൊടുക്കുവാൻ ഇത് കുറച്ചെങ്കിലും അവർക്ക് അറിവ് കിട്ടുന്നെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നാണ് എന്റെ അർത്ഥം, അല്ലേ? തീർച്ചയായും. നമുക്ക് സത്യൻ മാഷിന്റെ ജന്മസ്ഥലം ഈ ആറാമടയിൽ എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ എഴുതിയ കെ സരസ്വതി ജന്മസ്ഥലം അവിടെ തൃക്കണ്ണാപുരമാണ്. DC ബുക്ക് സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ കെ സരസ്വതി അമ്മ തിരുമലക്കാരിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൂടാതെ ഏറ്റവും വലിയ അതായത് നോവലിന്റെ ഏറ്റവും വലിയ നോവല് എന്നറിയപ്പെടുന്ന അവകാശി ജന്മം കൊണ്ടത് നമ്മുടെ അതുപോലെ വൈക്കമ്മണി ചുനക്കര രാമൻകുട്ടി വൈക്കമ്മണി. ഞാനിതിനെ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. കാരണം ഇത് ഒരു ഈശ്വരീയമായ ഒരു ഐശ്വര്യം നിറഞ്ഞ ഒരു പ്രദേശമാണ് തിരുമല. ഇവിടെ സാഹിത്യകാരന്മാർ, രാഷ്ട്രീയക്കാർ എല്ലാം വന്നു ചേരുകയാണ്. പൂവച്ചലാണ് ജനിച്ചതെങ്കിലും പൂവച്ചൽ തന്റെ ജീവിതത്തിന്റെ സുവർണ കാലഘട്ടം മുഴുവൻ തിരുമലയായിരുന്നു. ചുരക്കര രാമൻകുട്ടി സാർ ആലപ്പുഴക്കാരനാണെങ്കിലും തിരുമലയിലായിരുന്നു. ബിച്ചുവിനെ പറയുമ്പോൾ സുശീലാദേവി മറക്കരുത്. പിന്നെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, സിനിമയില് നമ്മുടെ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമയുണ്ട്. 50-55 വർഷം കഴിഞ്ഞില്ലേ ആ സിനിമയ്ക്ക് ഡബ് ചെയ്ത് തിരുമലക്കാരിയാണ്. ആറാമട ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. KG പരമേശ്വരൻ ആകാശവാണിയിലെ CS രാധാദേവി ടീച്ചറുടെ സഹോദരിയാണ്. വിജയ നിർമ്മല എന്ന് പറയുന്ന തെലുങ്ക് നടിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് അവരാണ്. ഇതൊരു ചരിത്രം. ഇതാണ് ഞാൻ പറയുന്നത്. ഇന്ന് ലോക പ്രശസ്തമായ നാടക കൃത്ത് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ശ്രീനാഥേട്ടൻ തിരുമലക്കാരനാണ്. അപ്പൊ ഇത്തരം ഇപ്പോഴും അദ്ദേഹം ശ്രീനാഥ് ഇപ്പൊ എവിടെയാണ്? നമ്മുടെ ശ്രീനാഥ് ലണ്ടൻ ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച് അതായിരുന്നു. ഇവിടെ തിരുമലയിലെ ഒരു സാംസ്കാരിക നായകരുടെ ഒരു ബാലകൃഷ്ണ രാഷ്ട്രീയത്തിലെ അത് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് ഇവിടുത്തെ കൗൺസിലറായിരുന്നു. ആദ്യകാല രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന C ഉണ്ണിരാജ അദ്ദേഹത്തിന്റെ ഇവിടെയായിരുന്നു, തിരുമലയായിരുന്നു, നമ്മുടെ ഇലിപ്പോട്. അപ്പോൾ പിന്നെ
തിരുമലയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രക്ഷോഭ സമരം ഇവിടെ നടന്നിട്ടുണ്ട്, ഒരു വായനശാലയ്ക്ക് വേണ്ടി. വായനശാല, അതെ അതെ അതെ. വായനശാലയ്ക്ക് ഒരു നമ്മുടെ ഈ ബഹുജന പ്രക്ഷോഭം തന്നെ നടത്തി. അതല്ലേ അതൊരു വലിയ ചരിത്രം. വലിയ ചരിത്രം തന്നെ. തിരുമലയുള്ള ഒരുപാട് ആൾക്കാർ അത് ഉച്ചഭൂമി സമരം പോലെ തന്നെ വളരെ ഇതാണ്. പോലീസിന്റെ ഒരുപാട് ത്യാഗം ചെയ്ത ആൾക്കാർ ത്യാഗം ചെയ്യും, ഒരുപാട് മർദ്ദനങ്ങളേറ്റു. അപ്പോൾ നമ്മള് ഇപ്പം തന്നെ പറഞ്ഞത് വെച്ചാൽ യങ് മെൻ അസോസിയേഷൻ അല്ലേ, യങ് മെൻ അതൊരു വായനശാല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അടുത്തൊരു ചെറിയൊരു ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ലോവർ പ്രൈമറി എന്തൊരു സ്കൂൾ ഞാൻ പണ്ടെങ്ങനെ കണ്ടതായിരുന്നു. അവിടെ ഒരു തയ്യൽ, അത് നെയ്ത്ത് വരെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പൊളിച്ചു. ഒരു ജോഷുവ എന്ന് പറയുന്ന ആളിന്റെ ഉടമസ്ഥതയിലാണെന്നാണ്. ആറാമടയിലും ഉണ്ട് നെയ്ത്ത് വര. അതെ അതെ. അത് ഇത് നമ്മുടെ ചെറുതിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ നെയ്ത്തറിയുടെ ശബ്ദം. തിരുമല എന്ന പ്രദേശം ഈ പള്ളിമുക്കിൽ നിന്ന് വരുന്നതിന് ശേഷമുള്ള വികസനം മാത്രമാണ് ഇന്നത്തെ ജനങ്ങൾക്ക് അറിവുള്ളത്. ഈ കോംപ്ലക്സ് തന്നെ വന്നത് ഒരു ഏതാണ്ട് 25 വർഷം അതിനു മുമ്പ് ഒരു ചെറിയൊരു കോംപ്ലക്സിന് മുന്നേ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിന്റെ വകയായിരുന്നു. അത് ഇപ്പൊ കാണുന്ന തിരുമല ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ വരെ ഒരു കോണ് തരത്തില് അതുവരെ കട കമ്പോള വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ ഒരുപാടുണ്ടായിരുന്നു. അതിന് കടക്കാശ് പിരിക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം അന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ ആൾക്കാർ, അവരുടെ മക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും അതിന്റെ പ്രദേശത്ത് തന്നെയാണ് താമസിച്ചത്. അല്ല, ഈ പറയുന്ന തിരുമല മാർക്കറ്റിന്റെ അകത്ത് തന്നെ പണ്ട് ആയോധന കല, അതായത് കളരിപ്പയറ്റ്, ഗുസ്തി ഉണ്ടായിരുന്നു, സൈക്കിൾ യജ്ഞം ഉണ്ടായിരുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ രാവിലെ ഞാൻ അവിടെ പോയി നിൽക്കും. ഇന്ദ്രജാലം നടത്തിയിരുന്നു. അതെ 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 അതെ. ഇലിപ്പോട് മാർക്കറ്റിന് സമീപത്ത് ഈ ഒരു അന്ന് വിനോദോപാധികൾ എന്ന് പറയുന്നത് ഈ ഗാട്ടാ ഗുസ്തി മത്സരം. ഈ സ്റ്റീഫനൊക്കെ എന്റെ ചെറുതൊരു ഓർമ്മയില് ഒരു സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരാളൊക്കെയാണ് ഗുസ്തി പിടിക്കാൻ വന്നത്. പിന്നെ പിൽക്കാലത്ത് പിന്നെ ശിവൻകുട്ടി, ഞാൻ അങ്ങനത്തുള്ള ടീമുകളൊക്കെ വന്നു. പിന്നെ കൊട്ടാരം കൃഷ്ണൻ നായർ. അതെ, അതുപോലെ തന്നെ നമ്മളിപ്പം ഞാൻ പറയുന്നില്ല, ഇപ്പൊ നമ്മുടെ തിരുമലയിൽ തന്നെ സ്പോർട്സ് ക്ലബ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അത് വരുന്ന അടുത്ത സന്ദർഭങ്ങളിൽ നമ്മൾ റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഈ പറയുന്നതെല്ലാം ഓരോ വിഷയങ്ങളാണ്. ഇത് പറയുമ്പോഴാണ് ഈ നമ്മൾ സംസാരിച്ചതിനൊക്കെ തിരുമലയാകുന്നത്. ഇത്രയും സംസാരിച്ചതിന് ഓരോ സബ്ജക്ട് വൈസ് എടുത്താൽ മാത്രമേ തിരുമലയുടെ ചരിത്രം. അതിന് രാഷ്ട്രീയമുണ്ട്, സാമൂഹ്യമുണ്ട്, സാമുദായികമുണ്ട്, സാമ്പത്തികമുണ്ട്, കലാ കായികം എല്ലാ മേഖലകളിലും ഉന്നത ജീവിച്ചവരും ജീവിക്കുന്നവരും പ്രവർത്തിച്ചവരും പങ്കെടുത്തവരുമാണ് തിരുമല പ്രദേശത്തെ ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെട്ടത്. അല്ല, ഇത്രയും ഞാൻ പറയുന്ന വേറൊരു വിഷയം കൂടെ ഉണ്ട്. നമ്മുടെ ഇപ്പം തന്നെ ഈ കാലഘട്ടത്തില്, നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒത്തിരി നമ്മളെ കലാകാരന്മാരും നമ്മുടെ ഇവിടുന്ന് മൺമറഞ്ഞു പോയിരിക്കുകയാണ് അല്ലേ. അതില് നമ്മൾ പ്രമുഖരായ പല വ്യക്തികളും നമ്മൾ പോയി. ഇനിയിപ്പം നമുക്ക് കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ തിരുമലയുടെ ഒരു വസ്തുത അല്ലേ. അങ്ങനെ പറയാം, അത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റം. അങ്ങനെ കാണുക. ഇപ്പോ കേരളത്തിന്റെ മറ്റേ സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവജനം നമ്മുടെ നാട്ടുകാരനായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും വളർന്നു വരുന്നില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സംസാരിച്ചു. അപ്പോൾ തിരുമലയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ചരിത്രങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണിക്കുന്നതാണ്. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.